ഇന്ന് ഊണിന് സ്പെഷ്യലായിട്ട് മീൻ പൊരിച്ചതും മോരുകറിയും കായത്തോരനും പിന്നെ ചെമ്മീൻ ചമ്മന്തിയും കൊണ്ടാട്ടമുളകും ഒക്കെയാണ്. അപ്പം നമുക്ക് ഊണ് റെഡിയാക്കിയത് കണ്ടിട്ട് വന്നാലോ? ദാ ഇവിടെ മീൻ മേടിക്കാൻ വന്നാൽ ഇതുപോലെയൊക്കെയുള്ള മീനുകളാണ് കൂടുതലും. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ നാടൻ മീനുകളൊന്നും കിട്ടില്ല. ഇതിൽ മിക്ക മീനുകളും ഞാൻ കഴിക്കാത്തതാണ്. കഴിക്കണ മീനിൽ നല്ല ഫ്രഷ് ഉള്ളത് നോക്കിയിട്ട് മേടിക്കും. രണ്ട് മൂന്ന് ഹമൂർ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. നാട്ടിൽ ഇനി ചെമ്പല്ലി എന്നാണ് തോന്നുന്നു പറയുക, കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇവിടെ ഏകദേശം 20 റിയാലായി. നാട്ടിൽ ഏകദേശം 500 രൂപ. ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, കിട്ടിയാൽ നേരെ റൂമിലോട്ട്. അങ്ങനെ റൂമിലെത്തി മീൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല പോലെ മസാല തേച്ച് പിടിപ്പിക്കണം. സ്പെഷ്യൽ മസാലക്കൂട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കണം. പിന്നെ മീൻ കട്ട് ചെയ്യണമെന്നില്ല, അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ മീൻ പല സ്ഥലത്തും പല പേരാണ്. ഇവിടെ തന്നെ ഹമൂർ, സുമൻ എന്നൊക്കെ പറയും. നാട്ടിൽ ചെമ്പല്ലി, പിന്നെ വേറെന്തൊക്കെയോ പേരുണ്ട്. ഇത് കൂടുതലും ഫ്രൈ ചെയ്യാനായിട്ടാണ് മേടിക്കൽ. പിന്നെ അതുപോലെ ബിരിയാണി ഉണ്ടാക്കും. കറി അങ്ങനെ വെക്കാറില്ല. ഇനി മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്ത് വറുത്തെടുക്കണം. എന്നാലേ ഉള്ളിലൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ. മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കണം കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ചോറ് ദാ വേവിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഡബിൾ ഹോഴ്സിൻ്റെ പാലക്കാട് മട്ട റൈസാണ് മേടിക്കാറുള്ളത്. ഇപ്രാവശ്യം റൈസ് ഒന്ന് മാറ്റി വാങ്ങിച്ചു. പക്ഷേ ഡബിൾ ഹോഴ്സിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല. ഇനി എന്തായാലും മാറ്റി വാങ്ങണം. പിന്നെ സൈഡായിട്ട് കൊണ്ടാട്ടമുളക് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോരുകറി, അത് ഇന്നലെ ഉണ്ടാക്കിയാണ്. മോരുകറി ഇങ്ങനെ കലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉണ്ടാക്കും. അപ്പോൾ 2-3 ദിവസത്തിനുണ്ടാകും. എല്ലാ ദിവസവും കറി ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. പിന്നെ കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, അധികം മുളകൊന്നും ചേർത്തിട്ടില്ല, പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചക്കായ തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഊണ് കഴിച്ചു തുടങ്ങിയാലോ? എല്ലാം ഉണ്ടാക്കിയിട്ട് ആ ചൂടോടെ തന്നെ കഴിക്കണം, അല്ലേ? എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പം മീൻ വറുത്തെടുത്തിട്ട് നമുക്ക് ചോറിലോട്ട് വെച്ച് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മീനിൻ്റെ. നല്ല ഫ്രഷ് മീനാണ്. ആദ്യം തന്നെ ആ മോരുകറി എടുത്തിട്ട് ആ ചോറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയ മോരുകറിയാണ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. എപ്പോഴും പലരും പറയണ കേട്ടിട്ടുള്ളതാണ് മോരുകറിയും മീനും കൂട്ടി കഴിക്കരുതെന്ന്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല. കാരണം ഞങ്ങളിത് കുറേ ആയിട്ട് കഴിക്കലുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് മോരുകറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളോ ഒന്നും കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മൊരിഞ്ഞ മീനിൽ നിന്ന് ചെറിയൊരു പീസ് ചൂടോടെ എടുത്ത ചോറിലോട്ട് വെച്ചിട്ട് ആ മോരുകറിയും മീനും ചോറും കൂടി നല്ല പോലെ കൂട്ടി കുഴച്ച് ഒരു പിടി കഴിച്ചു നോക്കാം. സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കൂടെ കായത്തോരനും ചെമ്മീൻ ചമ്മന്തിയും കൊണ്ടാട്ടമുളകും.